പള്ളി വികാരി ചെണ്ടമേളം പരിശീലിക്കാൻ തുടങ്ങിയതോടെ ഇടുക്കി കോവിൽമല സെന്റ് ജോസഫ് പള്ളി തിരുനാളിന് ഇനി ചെണ്ടമേളത്തിന്റെ താളം മുഴങ്ങും. പള്ളിയിൽ പുതുതായി ചുമതലയെടുത്ത ഫാദർ ജോമോൻ വട്ടത്തറയാണ് ചെണ്ടമേളത്തിന് പരിശീലനം തുടങ്ങിയത്. ഈ റിപ്പോർട്ടോടെ 0 അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ജോമോനച്ചൻ ചെണ്ട പഠിക്കാൻ ഇറങ്ങിയത് യാദർച്ഛികമായാണ്. ബൈബിൾ പിടിച്ചു ശീലിച്ച കൈകൾക്ക് ചെണ്ടക്കോല് വഴങ്ങുമോ എന്ന ആശങ്ക ചെറുതായി ഉണ്ടായിരുന്നു. ആദ്യ പാഠം കഴിഞ്ഞപ്പോഴേക്കും ആശങ്കയെല്ലാം മാറി. വളരെ യാദൃശ്ചികമായിട്ട് ഇത് പരിചയപ്പെട്ടപ്പോൾ, ഈ പദ്ധതി പരിചയപ്പെട്ടുള്ള ചെണ്ട പരിശീലനം നടത്തുവാനും പരിശീലനിക്കുവാനായിട്ട് എനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെയാണ് സുരലാൻ സാറിനെ ഞാൻ ഇടവകയിലേക്ക് ക്ഷണിക്കുകയും സാർ ഇവിടെ വന്ന് എല്ലാവിധ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്തത്. എല്ലാവരും ഈ കലയെ പഠിക്കണം. ചെണ്ടമേളം എന്ന് പറയുക കേരളത്തിലെ സാംസ്കാരിക കലയാണ്. ഒരു പൈതൃകമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ഒരു തനത് കലാരൂപമാണ് ചെണ്ടമേളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയായ വജ്ര ജൂബിലി ഫെലോഷിപ്പ് വഴിയാണ് അച്ഛന് ചെണ്ട പഠിക്കാൻ അവസരം കിട്ടിയത്. മാധ്യമങ്ങളിലൂടെ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ അച്ഛൻ പദ്ധതിയുടെ കോർഡിനേറ്റർ എസ് സൂര്യലാലുമായി ബന്ധപ്പെട്ടു. ഇതോടെ പരിശീലകനായി ചെണ്ടകൊട്ടിൽ ഫെലോഷിപ്പ് ലഭിച്ച ബാബു മാത്യുവിനെ നിയോഗിച്ചു. ഒരു വൈദികൻ ഈ ഒരു കല പരിശീലിക്കുന്നതിന് വേണ്ടി കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ചെണ്ട പരിശീലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിവിധ മേഖലകളിൽ നമ്മൾ ചെണ്ടയോടൊപ്പം തന്നെ കഥകളി, നാടകം, പെയിൻറ്റിങ്, ചിത്രരചന, കർണാട്ടിക് മ്യൂസിക്, മുടിയേറ്റ്, കൂടിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ പരിചമുട്ട് അടക്കമുള്ള വിവിധ കലകൾ സൗജന്യമായി സർക്കാർ പരിശീലിപ്പിച്ചു വരികയാണ്. ഇടവകയിലെ നിരവധി പേർ അച്ഛനൊപ്പം ചെണ്ട പരിശീലിക്കാനായി എത്തുന്നുണ്ട്. വരുന്ന തിരുനാളിന് പള്ളിമുറ്റത്ത് ചെണ്ടകുട്ടി അരങ്ങേറ്റം കുറിക്കണമെന്നാണ് ജോമോനച്ചന്റെ ആഗ്രഹം. മീഡിയ 1 ഇടുക്കി.